അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹീത മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. ഈ മാസത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ആശുറാ ദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച ഒരു മഹത്തായ സുന്നത്താണ് ആശുറാ നോമ്പ്. ഇന്ന് നമുക്ക് ആശുറാ നോമ്പിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്തുകൊണ്ടാണ് ഈ നോമ്പ് ഇത്രയും ശ്രേഷ്ഠമായി ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ആശുറാ ദിനം എന്താണ്? മുഹറം മാസത്തിലെ 10-ാം തീയതിയിലാണ് ആശുറാ ദിനം എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിനമാണ് ആശുറാ ദിനമായിരിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് നന്ദി സൂചിപ്പിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ യഹൂദിമാർ ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നതായി കണ്ടു. കാരണം ചോദിച്ചപ്പോൾ അവർ കാരണം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ അവകാശമുള്ളവർ ഞങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിവസം നോമ്പനുഷ്ഠിക്കുകയും സ്വഹാബാക്കളോട് നോമ്പനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇനി നമുക്ക് ആശുറാ നോമ്പിൻ്റെ മഹത്വം നോക്കാം. ആശുറാ നോമ്പ് നോറ്റാൽ ഒരു ദിവസത്തെ നോമ്പിൻ്റെ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ മായ്ച്ച് കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അഥവാ ആശുറാ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ മായ്ച്ച് കളയുമെന്നതാണ് ആ നോമ്പ് കൊണ്ടുള്ള മഹത്വം. എത്ര വലിയ മഹത്വമാണെന്ന് നോക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോമ്പനുഷ്ഠിക്കണം കേട്ടോ മുഹിബീങ്ങളെ. എന്തുകൊണ്ടാണ് 9-ാം തീയതിയും അഥവാ മുഹറം 9-ലും നോമ്പനുഷ്ഠിക്കണം എന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് പറയുന്നുണ്ട്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ 9-ാം തീയതി അഥവാ മുഹറം 9-ലും നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന്. അതുകൊണ്ട് പണ്ഡിതന്മാർ മുഹറം 9-ഉം 10-ഉം നോമ്പനുഷ്ഠിക്കുന്നു എന്നതാണ്. ഇനി നോമ്പനുഷ്ഠിക്കുന്ന വഴി കിട്ടുന്നത് എന്തെല്ലാമാണ് നമുക്ക്? അള്ളാഹുവിനോടുള്ള നന്ദിയാണ് നോമ്പനുഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ സുന്നത്ത് ജീവിതത്തിൽ നടപ്പിലാക്കുക, പാപമോചനം തേടുക, ആരാധനകൾ കൂടുതലായി ശ്രദ്ധ ചെലുത്തുക, ഇങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ മഹത്തായ അവസരം നഷ്ടപ്പെടുത്തരുത്. ആശുറാ നോമ്പനുഷ്ഠിക്കുവാനും കുടുംബങ്ങളോടും സുഹൃത്തുക്കളോടും ഇതിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. പുണ്യമാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും ആശുറാ നോമ്പിൻ്റെ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് പിടിക്കണം ഇൻഷാ അല്ലാഹ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോയിൽ കാണാം.